വ്യാജ പോക്സോ അവസാനത്തെ പോക്സോ ആയി ഇത് മാറണം. പൈലോക്കത്തെ വീട്ടുകാരൻ അയാൾക്ക് എന്നോട് ശത്രുതയുണ്ടെങ്കിൽ അയാളെ ആ വീട്ടിലെ കൊച്ചിനെ കൊണ്ട് അയാളുടെ ഭാര്യയെ കൊണ്ട് എനിക്കെതിരെ പോയി മൊഴി പറഞ്ഞാൽ അപ്പോഴേ കേസെടുക്കുന്ന ഈ പരിപാടിയിൽ അവസാനിപ്പിക്കണം. സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണം. തനിക്കെതിരെ പോലീസ് വ്യാജ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ സജി മഞ്ഞക്കടമ്പൻ. ഒരു വഴിത്തർക്കത്തെ തുടർന്നുണ്ടായ പ്രശ്നം അത് പോക്സോ കേസായി പോലീസിൽ പരാതി നൽകിയപ്പോൾ പോലീസ് പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെ പോക്സോ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുത്തു എന്നുള്ളതാണ് സജി മഞ്ഞക്കടമ്പൻ പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിൽ പുനരന്വേഷണം വേണം, ഇതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഈ ഒരു വിഷയത്തിന് ആധാരമായ സംഭവം എന്താണ്? ഇത് ഞാനൊരു പൊതുപ്രവർത്തനമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ആളാണ്. ഞങ്ങളുടെ പ്രദേശത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളക്കെട്ടായിരുന്നു. ഞങ്ങൾക്ക് ഏക മാർഗം ഈ ഒരു വഴി മാത്രമായിരുന്നു. അവിടെ അടുത്ത കാലത്ത് താമസിക്കുന്ന ഒരു വക്കീല്, അദ്ദേഹം അവിടെ വെള്ളത്തിൻ്റെ ഓവുചാല് വർഷങ്ങളായി ഉണ്ടായിരുന്ന മേളിൽ നിന്ന് റോഡുണ്ട്, റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ആ ഓവുചാലും കൂടെ തൊട്ട് താഴത്തോട്ടിലേക്ക് പോകുന്ന അത് അദ്ദേഹം വക്കീൽ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ചിട്ട് വേണം പറയാൻ അത് കെട്ടിയടച്ചു. അന്ന് തന്നെ ഞങ്ങളത് അടയ്ക്കരുത് എന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ പരാതി കൊടുത്തെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി മതിയായ രീതിയിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് അന്നത്തെ കുഴപ്പം. പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ടില്ല, പഞ്ചായത്ത് കമ്മിറ്റി ഇടപെട്ടിരുന്നതിന് അടയ്ക്കില്ലായിരുന്നു. അതിൽ അടച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കത്തിന് ആ ചെറിയ റോഡിൽ കൂടെ ഒരു 3 അടി 4 അടിയോളം വെള്ളം ഉയർന്നു. അവിടെ ട്രാൻസ്ഫോർമർ വരെ വെള്ളത്തിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ അതിലെ എൻ്റെ വാഹനമായിട്ട് വന്നപ്പോൾ വാഹനം വെള്ളത്തിന് നടുക്ക് നിന്ന് പോയി, ബൈക്ക് കേടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ആ വെള്ളക്കെട്ട് തുറന്നു വിട്ടേ പറ്റൂ. ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ കൂടി ആ വെള്ളക്കെട്ട് തുറന്നു വിട്ടു. അതിനപ്പുറത്തൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഞാൻ ആ വെള്ളക്കെട്ട് തുറന്നു വിടാൻ നടത്തുന്ന ശ്രമമൊക്കെ ഈ പരാതിക്കാരി മുഴുവൻ വീഡിയോ പിടിക്കുന്നുണ്ട്. അവിടെ ഒരു വാക്ക് പോലും അവരോട് ഞാൻ മിണ്ടുകയോ അവർ പറയുന്നത് പോലെ അവരെ തുണി ഉയർത്തി കാണിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് 100% എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിലവിൽ ജാമ്യം എടുക്കാനൊന്നും പോകാത്തത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ മതിൽ പൊളിക്കുകയാണ് നമ്മൾ ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ മതിൽ പൊളിച്ചു, പരസ്യമായിട്ട് തന്നെ പൊളിച്ചത്. അതിന് പോലീസ് കേസെടുക്കട്ടെ. ഞാൻ തെറ്റാണ് ചെയ്തെങ്കിൽ കേസെടുത്താൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ഞാൻ ഒരു സ്ത്രീയെയും കുട്ടിയെയും ഈ പറഞ്ഞ പോലെ തുണി ഉയർത്തി കാണിച്ചു, അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അത് വ്യാജമാണ്. സ്ത്രീകൾക്കുള്ള ഈ അവകാശം ഇത് ദുരുപയോഗം ചെയ്യുകയാണ്. ഇവിടെ പോലീസിൽ ഒരാൾ സ്ത്രീ എന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ എന്താ പോലീസ് ചെയ്യുന്നത്? പോലീസ് നാട്ടിൽ വന്നൊന്ന് അന്വേഷിക്കണമല്ലോ. യാതൊരു അന്വേഷണവും നടത്താതെ എന്നെയും പ്രതിയാക്കി, എന്നോടൊപ്പം ഉള്ള ഒരു സുഹൃത്തിനെയും പ്രതിയാക്കി അവർ കേസെടുത്തു. അപ്പോൾ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ വാർത്ത കൊടുത്തു, എൻ്റെ പടം വെച്ചിട്ട് വാർത്ത കൊടുത്തു, സജി മഞ്ഞക്കടമ്പൻ പോസ്കോ പ്രതി എന്ന് പറഞ്ഞ് വാർത്ത വന്നു. അത് വലിയ ചർച്ചയായി. എനിക്ക് സത്യത്തിൽ വഴിയിലിറങ്ങാൻ വരാത്ത അവസ്ഥ. നാട്ടുകാരോട് മറുപടി പറഞ്ഞ് മടുത്തു. അപ്പോൾ മാത്രമല്ല, എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരാ, ഭാര്യ ജോലിക്ക് പോകുന്നവരാ, അവർക്കൊക്കെ വലിയ മാനഹാനി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ നിയമം ഇത് തിരുത്തണം. ഇത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണം. സ്ത്രീ ആരെങ്കിലും ഉപദ്രവിച്ചാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കേസെടുക്കണം, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇല്ലാത്ത കേസുകൾ നമുക്കറിയാം. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ വരെ കൊടുക്കാൻ അതിവിടെ ശ്രമം നടന്നില്ലേ? എത്രയോ പൊതുപ്രവർത്തകരെ അങ്ങനെ ഇത്തരത്തിൽ കുടുക്കി, എത്രയോ മാന്യന്മാരെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിൽ 16 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. ഞാൻ ഈ പറയുന്ന വക്കീൽ പോകുമ്പം എനിക്ക് ആ കൊച്ചിനെ കൊണ്ട് പോയി വേറൊരു മൊഴി കുടിപ്പിക്കാം വേണമെങ്കിൽ. അതാ ഇയാൾ ആംഗ്യം കാണിച്ചു, ലൈംഗിക ചേട്ടനോട് ആംഗ്യം കാണിച്ചത് എനിക്ക് വേണം കൊടുക്കാം. ഇപ്പം നമുക്ക് ശത്രുതയുള്ളവർക്ക് ഒരാളെ പൈലോക്കത്തെ വീട്ടുകാരൻ അയാൾക്ക് എന്നോട് ശത്രുതയുണ്ടെങ്കിൽ അയാളെ ആ വീട്ടിലെ കൊച്ചിനെ കൊണ്ട് അയാളുടെ ഭാര്യയെ കൊണ്ട് എനിക്കെതിരെ പോയി മൊഴി പറഞ്ഞാൽ അപ്പോഴേ കേസെടുക്കുന്ന ഈ പരിപാടിയിൽ അവസാനിപ്പിക്കണം. ഇവിടെ പല എത്രയോ മാന്യന്മാർ ഈ പോക്സോ കേസിൽ നിരപരാധികൾ ഈ പറഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്ത് മാധ്യമങ്ങളിൽ വന്ന് അപഹാസ്യരായി. പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും അവരുടെ ജീവിതം നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു അവസാനത്തെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്നുള്ള നിലയിൽ തന്നെ ഞാൻ ഒരിടത്തേക്ക് മാറിയിട്ട് നമ്മളിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നാട്ടുകാർക്കെതിരെ ആവശ്യമായത് വഴി ആ വെള്ളക്കെട്ട് മാറ്റുക എന്നുള്ളത്. ആ വെള്ളക്കെട്ട് മാറ്റി അത് മാറ്റാതെ ഞങ്ങൾക്ക് പോകത്തില്ല. അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. അത് തെറ്റാണെങ്കിൽ പോലീസ് കേസെടുക്കട്ടെ, അല്ലെങ്കിൽ ആര് നടപടി എടുത്താലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിക്കും SP അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇങ്ങനെ കേസെടുക്കാനാണെങ്കിൽ എന്തിനാണ് പോലീസ്? ഞാൻ തോന്നിയ പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ പിറകിൽ രാഷ്ട്രീയമുണ്ടോ? അല്പം രാഷ്ട്രീയം ഇതിൻ്റെ പുറകിൽ കടന്നിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും ഞാൻ UDF ഭാഗമായി നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ UDF ജില്ലാ ചെയർമാനായിരുന്ന വ്യക്തിയാണ്, യൂത്ത് ഫണ്ട് സംസ്ഥാന പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്നയാളാണ്. എന്നെ മനഃപൂർവ്വം രാഷ്ട്രീയപരമായി എന്നെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ മോശപ്പെടുത്തുക, അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ ആർക്കോ ഉണ്ട്. അതിനുവേണ്ടി മാത്രം ഇത് ചെയ്തതാണ്. ഇതിനെതിരെ ശക്തമായ അന്വേഷണം നടത്തി
കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഈ മതിൽ പൊളിച്ചു എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12:30 സമയത്താണ്, 12:30 മണിക്കാണ്. ആ സമയത്ത് അവിടെ നിരവധി ആളുകൾ ഇത് കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പൊ അവരോട് ആരോടും പോലീസ് ഒരു പ്രാഥമികമായ അന്വേഷണം പോലും നടത്തിയില്ല എന്നുള്ളതാണ് പരാതി. മാത്രമല്ല 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12:30 മതിൽ പൊളിക്കുന്നു അല്ലെങ്കിൽ വെള്ളക്കെട്ട് മാറ്റുന്നു ഒരു സമയത്ത് പോലീസ് അവിടെ വന്നതാ. പോലീസുകാരൻ നടക്കുന്ന വീഡിയോ ഉണ്ട്. മുട്ടോളും പാൻറ് വലിച്ചു കയറ്റിയിട്ട് പോലീസുകാരൻ നടക്കുന്നുണ്ട്. ആ പോലീസുകാരൻ അവിടെ തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പോക്സോ ആരും തുണി പോക്കുന്നു, പോലീസുകാരൻ കണ്ടില്ല. വൈകിട്ടും പോലീസ് എത്തി, സ്വാഭാവികം വന്നു, അവരാരും കണ്ടിട്ടില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇങ്ങനെ സംഭവമില്ലെന്ന്. ഇത് തീർച്ചയായിട്ടും ഒരു ഫേക്ക് കേസാണ് എന്ന് പോലീസിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും പോക്സോ എന്നുള്ള വകുപ്പ് അതിനകത്ത് ചുമത്തിയിട്ടുണ്ട്, വ്യക്തമായി ചുമത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്തു വന്നാലും വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യമാണ്. അതിന് ആ വെള്ളക്കെട്ട് ഒഴിവാക്കിയതിന് അപ്പുറത്തേക്ക് അയാളുടെ വീട്ടിലേക്ക് കയറാൻ ഞങ്ങൾ പോയില്ല, അവരെ ഉപദ്രവിക്കാൻ പോയില്ല. വർഷങ്ങളായി ആ റോഡിൽ ഉണ്ടായിരുന്ന ആ വെള്ളം അല്ലെങ്കിൽ കൃത്യമായി നോക്കിയാൽ അറിയാം, അവിടെ റോഡിൽ വെട്ടിത്താപ്പുണ്ട്, അവിടെ അല്ലെങ്കിൽ ഓവുചാൽ കൃത്യമായി കിടപ്പുണ്ട്. അവിടെയാണ് ഒരു സുപ്രഭാതത്തിൽ വന്ന് കട്ട വെച്ച് കെട്ടി അടച്ചത്. അതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് ഇടപെട്ടേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഞാനൊരു ജനപ്രതിനിധി കൂടി ആയിരുന്ന ആളാണ്. അപ്പോൾ ആളുകളൊക്കെ എന്നെ വിളിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ടു. അതിനകത്ത് വരുന്ന കേസിനെ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. കാരണം ഞാൻ വേറെ ആരുടെയും അല്ലെങ്കിൽ വസ്തുവിലേക്ക് അതിക്രമിച്ച് കയറാനോ അവരെ ഉപദ്രവിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ആ റോഡിൽ കൂടെ എനിക്കും കൂടെ സഞ്ചരിക്കേണ്ട റോഡാണ്. ആ സഞ്ചാര സൗകര്യം തടസ്സപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ഇടപെട്ടു. ഏതായാലും ഇപ്പോൾ എടുത്തിരിക്കുന്നത് വ്യാജ കേസാണ്. ആഭ്യന്തരമന്ത്രി ഇടപെട്ടത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അദ്ദേഹത്തെ ഞാൻ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് കാണുന്നുമുണ്ട്. നേരിട്ട് പരാതി നൽകി ഫോണിൽ സംസാരിച്ചായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് പി ആയിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് വാട്സപ്പിലെല്ലാം അയച്ചു കൊടുത്തിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഫോണിൽ എനിക്ക് കിട്ടിയില്ല. ഇന്ന് ശ്രമിക്കില്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തെ കാണും. ഈ പ്രശ്നം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ, വ്യാജ പോക്സോ അവസാനത്തെ പോക്സോ ആയി ഇത് മാറണം. നിരപരാധികളായ ആളുകളെ ഞാൻ പറഞ്ഞല്ലോ, അവരെ ക്രൂശിക്കരുത്. ഇപ്പം ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും എൻ്റെ മക്കൾ സ്കൂളിൽ പോകുന്നു, ഭാര്യ ജോലിക്ക് പോകുന്നു. പോക്സോ കേസിലെ പ്രതിയുടെ മകനാ അല്ലെങ്കിൽ ഭാര്യയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലേ? അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ വലിയ മാനസിക സംഘർഷത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും ആളുകളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഞാൻ ഇതിനെതിരെ ശക്തമായി പോരാടും. വ്യാജമായി മൊഴി കൊടുത്ത ആളിനെതിരെയും അന്വേഷണം ഞാൻ ആവശ്യപ്പെടും. യാതൊരു സംശയവുമില്ല. എവിടം വരെ ഞാൻ ഇതിന് പിറകെ പോകും. കാരണം ഇങ്ങനെ ഒരു സ്ത്രീയും ഇല്ലാത്ത കാര്യം പറഞ്ഞ് മൊഴി കൊടുക്കാൻ പാടില്ല. ഇവിടെ രാത്രിയിലാണ് അവർ പറയുന്ന സംഭവം. പകലാണ് ഞങ്ങൾ അവിടെ പൊളിച്ചത്. അവിടെ ആരും ഒരു വൃത്തികേട് ഒരു ചീത്തയും പറഞ്ഞിട്ടില്ല, ആരെയും തുടിപൊക്കി കാണിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ കേസിനെ ഭയപ്പെടാതെ നിൽക്കുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലൊരു പരാതി വന്ന സമയത്ത് പോലീസ് വേണ്ട ജാഗ്രത കാണിച്ചില്ല, ഇല്ലെങ്കിൽ പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെ പോക്സോ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചുമത്തിക്കൊണ്ട് തനിക്കെതിരെ കേസെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് സജി മഞ്ഞക്കടമ്പൻ പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പാലായിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.